സ്വാഗതം. പരാതികളും പ്രതിഷേധങ്ങളും നിരവധി തവണയുണ്ടായിട്ടും കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് മുൻപിലുണ്ടാകുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരമില്ല. ആശുപത്രിയിൽ എത്തുന്നവർ വാഹനങ്ങൾ 20 ഏക്കർ പൊന്നിക്കവല റോഡിന്റെ ഇരുഭാഗങ്ങളിലും പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നത്. വാർത്തയിലേക്ക്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ 20 ഏക്കർ പൊന്നിക്കവല റോഡിലുണ്ടാകുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാമെന്ന വാഗ്ദാനം വർഷങ്ങളായി ഉണ്ടാകുന്നുണ്ട്. എന്നാൽ നടപടിയിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോഴും തുടരുന്ന ഗതാഗത തടസ്സം. നമ്മളിപ്പോൾ ഇവിടെ ഒരു മരണം നടന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട് മോർച്ചറിയിൽ വന്നിരിക്കുന്ന വാഹനങ്ങളും അതേപോലെ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്ന വാഹനങ്ങളും എല്ലാം ഇരു സൈഡിലായിട്ട് പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന വലിയൊരു വീഴ്ചയാണ്. എല്ലാ മുനിസിപ്പാലിറ്റികളിൽ 5 വർഷം കൂടുമ്പോൾ ഭരണമാറ്റങ്ങൾ ഉണ്ടാകുന്നു, പുതിയ ആൾക്കാർ വരുന്നുണ്ട്, എടുക്കുന്നുണ്ടെന്നുള്ളത് വെച്ചാൽ ഈ യാത്രക്കാരുടെ സുഗമമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഭരണസമിതി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതിന് തെളിവാണ്. അപ്പോൾ താഴെ നമ്മുടെ പഴയ ഹോസ്പിറ്റലിൻ്റെ കെട്ടിടങ്ങളൊക്കെ ഇടിച്ച് നിരത്തി ഇഷ്ടംപോലെ പാർക്കിങ്ങിനുള്ള പ്ലേസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു സെക്യൂരിറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടോ ഈ വാഹനങ്ങൾ മാറ്റി ക്രമീകരിക്കുന്നതിനോ വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി ചെയ്യുന്നില്ല. വെറുതെ ഒരു സെക്യൂരിറ്റി താഴെ കൊണ്ടിട്ടുകൊണ്ട് കാര്യമുണ്ടോ? ഈ റോഡിന് ബ്ലോക്ക് ഉണ്ടാകാതെ ജനങ്ങൾക്ക് സുഗമമായിട്ടുള്ള വണ്ടിക്കാർക്ക് യാത്രകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വിഷയം നിരവധി തവണ നഗരസഭ അധികൃതർ മുൻപാകെ എത്തിയെങ്കിലും ഉടൻ നടപടി സ്വീകരിക്കുമെന്ന വാഗ്ദാനം മാത്രമായി ഒതുങ്ങുകയാണ്. ചില സമയങ്ങളിൽ ഈ റോഡിലെ ഗതാഗതക്കുരുക്ക് കൂടുതൽ സമയം നീളുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയും ഇട്ടിട്ട് പോകും. ഹോസ്പിറ്റലിലൊക്കെ വരുന്നവര് ഒരു സൈഡിൽ ഇടുക, അതുപോലെ ഒതുക്കി ഇടാൻ പിന്നെ ആൾക്കാര് അർജന്റ് പോകുന്നവർക്ക് തടസ്സമല്ലേ. മുനിസിപ്പാലിറ്റിക്കും എല്ലാം പരാതി കൊടുക്കാം. ഇത് ഈ ആശുപത്രി ചുമ്മാ വണ്ടിയിലൊന്നും ആളില്ല, വണ്ടി ചുമ്മാ വഴിയിലിട്ടേച്ച് പോയേക്കുക. 6 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ താഴെ നിന്ന് പോയിച്ച് വന്നത്. മൊത്തം വണ്ടി ബ്ലോക്കാണ്. താലൂക്ക് ആശുപത്രിയുടെ പരിസരത്ത് പാർക്കിങ്ങിന് ആവശ്യമായ സ്ഥലമുണ്ടെങ്കിലും ഇത് വേണ്ടവിധം പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട്. 20 ഏക്കർ പൊന്നിക്കവല കക്കാട്ടുകട പ്രധാന ബൈപ്പാസ് റോഡാണ് ആശുപത്രിക്ക് മുൻപിലൂടെ കടന്നു പോകുന്നത്. നിരവധി സ്വകാര്യ വാഹനങ്ങൾ, ടാക്സി വാഹനങ്ങൾ, വലിയ ഭാരവാഹനങ്ങൾ അടക്കം ഇതുവഴി കടന്നു പോകുന്നതാണ്. ആശുപത്രിയിലെത്തുന്ന ആളുകൾ റോഡിന് ഇരുവശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതോടെയാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നത്. കട്ടപ്പന നഗരസഭ അധികൃതരുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന കെടുകാര്യസ്ഥതയാണ് ഈ ഗതാഗതക്കുരുക്ക് ഇപ്പോഴും തുടരുന്നതിനുള്ള കാരണമെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Looking for the latest laptops? Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.